അപ്പോൾ ഇത് നമുക്കിന്ന് നല്ല സൂപ്പർ സോഫ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സാമ്പാർ വെച്ചതുകൊണ്ട് നോർമലി ഇന്ന് ഇഡ്ഡലി ആയിരിക്കും, നാളെ ദോശയായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പം ഞാൻ അരച്ച് വെച്ചില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ എന്തായാലും ഞാൻ അരച്ച് വെച്ചു. എനിക്ക് കൂടുതൽ അരച്ച് വെക്കുന്നതിനോടാണ് താല്പര്യം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് പതുപതോന്നുള്ള ഇഡ്ഡലി കിട്ടും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ദേ നമ്മൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുമ്പം കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. ഇഡ്ഡലി തട്ടിൽ ഞാൻ പിശുക്കി ആയതുകൊണ്ട് എണ്ണ തേക്കുന്നതിലും എണ്ണ ഒഴിക്കുന്നതിലും പിശുക്കിയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചേ തേച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും സാരമില്ല, സോഫ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് തണുക്കാതെയൊക്കെ എടുക്കാൻ പറ്റില്ല. അപ്പം എന്നാലും നല്ല സോഫ്റ്റ് ഇഡ്ഡലി നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉള്ള ഒരു എന്താ സംതൃപ്തി, അത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. മേടിക്കുന്ന മാവ് വെച്ച് ഉണ്ടാക്കിയാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് സാമ്പാർ, ഇന്നലെ വെച്ച സാമ്പാറാണ്. എല്ലാവരും വെള്ളമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ നോക്കിക്കേ, അതിലൊരു തുള്ളി വെള്ളമില്ല. നമ്മൾ ജസ്റ്റ് തിളച്ച് കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്ത് പിന്നെ അത് തണുത്ത് കഴിയുമ്പം പിന്നെ കുറുകി പോകൂലേ. അപ്പം അങ്ങനെ വന്നാണ് കേട്ടോ, കുറുകിപ്പോയി. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചാലേ നമുക്ക് ചാറാക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇതാ സാമ്പാർ നമ്മൾ ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കും. ആവശ്യത്തിന് മാത്രം ചൂടാക്കി എടുക്കും. ബാക്കി വീണ്ടും തിരിച്ചതിലേക്ക് വെക്കും കേട്ടോ. പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം കൂടുതൽ സാമ്പാർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് വളിച്ച് പോകും കേട്ടോ. പുറത്തൊക്കെ ഇറക്കി വെച്ച് കുറേ നേരം കഴിഞ്ഞ് വീണ്ടും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വളിച്ച് പോകും കേട്ടോ. പിന്നെ നല്ലവണ്ണം ചൂടാക്കി എടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നത് കൊണ്ട് ഇതാ ഇങ്ങനെ ഒഴുകി പോയിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഉപ്പൊക്കെ ഇട്ടാണ് കേട്ടോ അരച്ച് വെക്കുന്നത്. കുറച്ച് ഉലുവ, ഒരു 5-8 ഉലുവ, പിന്നെ ഉപ്പ്, ഉഴുന്ന്, അരി ഇത്രയൊക്കെ ഇട്ട് അരച്ച് വെക്കും. എന്നിട്ട് ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കും. ഇതും കൊണ്ട് ദോശ ഉണ്ടാക്കിയാലുണ്ടല്ലോ നല്ല സൂപ്പറായിരിക്കും. നാളെ ദോശയാണ് കേട്ടോ. നാളെ ഞാൻ ദോശ ഉണ്ടാക്കി കാണിക്കാം. അപ്പം നല്ല കുമ്പളയൊക്കെ വന്നിട്ടുള്ള ദോശയില്ലേ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ദോശയൊക്കെ കിട്ടും. പിന്നെ എനിക്ക് ഇതും കൊണ്ട് നല്ല തട്ടുദോശ ഉണ്ടാക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തട്ടുദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിച്ചിടത്തില്ല കേട്ടോ. മറിച്ചിടാതെ നല്ല ഇങ്ങനെ അപ്പം ചുടുമ്പോൾ കുമ്പള വരില്ലേ, ഹോള് വരില്ലേ, അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന ദോശ, ആ ദോശയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ദോശമാവ് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതേ ഇന്നത്തെ പ്രാതൽ ഇഡ്ഡലിയും സാമ്പാറും റെഡിയായി. ഞങ്ങൾ കഴിച്ചു.